ഈശോ കുരിശുമരം ചുമക്കുന്ന ആ രഹസ്യത്തെ നമുക്ക് ഓർക്കാം. നമ്മുടെ പാപത്തിൻ്റെ ഫലമായുണ്ടായ ഭാരം ഏറെ കുരിശാണ് ചുമന്നത്. നമുക്ക് നന്ദിയോടെ
അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ശാന്തശീലനാണ് ഞാൻ, വിനീത ഹൃദയനാണ്. നമ്മളുടെ സംസാരത്തിൽ ശാന്തതയുണ്ടാകട്ടെ, വിനീതമായ മനോഭാവം ഉണ്ടാകട്ടെ, എളിമയെന്ന വലിയ പുണ്യമുണ്ടാകട്ടെ. കർത്താവ് എത്രയോ താഴ്ന്നു, എല്ലാ തിന്മകൾക്കും പരിഹാരം അവൻ ഏറ്റെടുക്കുകയാണ്. ഇന്ന് അധ്വാനിക്കുന്നതിന് ഭാരം വഹിക്കുന്നവരോ നിങ്ങൾ എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇതാ ഇവിടെ ഒരുപാട് ഭാരമേറിയ ചുവടോടുകൂടി വന്നവരുണ്ട്. അവരുടെ നിയോഗങ്ങളെ, അവരുടെ വേദനകളെ, നിരാശയുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എല്ലാം നമുക്ക് സമർപ്പിക്കാം. എല്ലാം ഇന്ന് ഈ ആരാധനയിൽ സമർപ്പിക്കാം. ഈ രഹസ്യം ചെല്ലുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞാൻ എടുത്തോളാം, നിന്റെ നടു വളയണ്ട, നീ നിവർന്ന് നിന്ന് കൊള്ളുക, അതെന്നെ ഏൽപ്പിച്ച് ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ നടു വളച്ചോളാം. ഞാനത് പൊലിഞ്ഞ് നിന്റെ ചുവട് ഞാൻ പേറിക്കൊള്ളാം. ഈശോ പറയുകയാണ്. എല്ലാം നമുക്ക് ഒരു അല്പം ഒരു ആശ്വാസം വന്ന് നേടിക്ക് ഈശോനെ ഏൽപ്പിക്കാമോ? മകനെ, മകളെ, നിന്റെ ബുദ്ധിമുട്ട് എന്നെ ഏൽപ്പിക്കാം. ഈശോ നമ്മളോട് ചോദിക്കുകയാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്, ഈശോയുടെ കരങ്ങളിലേക്ക് എടുക്കുക. ഒരു വീട് പണിയണമെന്ന ആഗ്രഹമാണ്. എങ്ങനെയെങ്കിലും എനിക്ക് ഒന്ന് നിവർന്ന് നിന്നാൽ മതി, നട്ടലിൻ്റെ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലേ? കർത്താവ് നിവൃത്തി നിർത്തും. ഡയബറ്റീസ് രോഗമാണ്, എൻ്റെ കിഡ്നിക്ക് ഡയാലിസിസ് ഒന്നുമില്ലാതെ എൻ്റെ കിഡ്നി ഒന്ന് സൗഖ്യം പ്രാപിച്ചിരുന്നു. ലിവർ സിറോസിസ്, ലിവറിന് ബ്ലീഡിങ് കൊടുക്കുക. അവൻ ചിന്തിക്കുവാനുണ്ട് സകലത വേദനകളെ. ഞങ്ങൾക്ക് വിശ്വസിക്കാമോ? ഈശോ ജീവിക്കുന്നുവെന്ന് നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ, തിരുവോസ്തിയിലേക്ക് നോക്കുമ്പോൾ, തിരുരക്തത്താൽ റൂഷ്മാറ്റപ്പെട്ട തിരുവോസ്തിയിലേക്ക് നോക്കുമ്പോൾ ഇത് ദൈവമാണ്, വെറും അപ്പമല്ല. യോഹന്നാൻ പറഞ്ഞു, ഇത് ഭൂതമൊന്നുമല്ല, ഇത് നമ്മുടെ കർത്താവാണ്, ഇത് നമ്മുടെ കർത്താവാണ്. പത്രോസ് എടുത്തിയാടി വെള്ളത്തിലേക്ക്. അതെ, നമുക്ക് ഇത് കർത്താവാണെന്നുള്ള ഒരു ബോധ്യമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അവരവരുടേതായ രീതിയിലുള്ള നിയോഗങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതെല്ലാം വലുത് തന്നെയാണ്. കൊടുക്കാം, ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അനേകം പേര് നമ്മളോട് പ്രാർത്ഥന ചോദിച്ചവരുണ്ട്. രാവിലെ പ്രഭാതത്തിൽ വന്നവരുണ്ട്, ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരുണ്ട്, ഇവിടെ നിന്ന് വരുവാൻ വേണ്ടി ആഴ്ചകളായിട്ട് ഒരുങ്ങി നിന്നവരുണ്ട്. എല്ലാവരെയും ഈ ആശ്രമത്തിൻ്റെ പ്രാർത്ഥനകൾ ഇവിടെ ദിവ്യകാരുണ്യ മരിഭവനത്തിൽ പുരോഹിതർ തൻ്റെ പ്രേക്ഷിതരോടൊപ്പം ദാന ശുശ്രൂഷകരോടും സിസ്റ്റേഴ്സിനോടും എല്ലാവരോടൊപ്പം ഉപവസിച്ചും ഒരുങ്ങി ജെറിക്കോ പ്രാർത്ഥന നടത്തി, ബന്ധന പ്രാർത്ഥന നടത്തി, വിശ്വാസത്തോട് കുർബാനയുടെ മുൻപാകെ തിരുമുഖം നോക്കി ജപമാലത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ മകൾക്ക് ജോലി കിട്ടിയത്, ഇവിടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഞങ്ങൾക്കൊരു വീട് മേടിക്കാൻ സാധിച്ചത്, ഇവിടെ പ്രാർത്ഥിച്ചപ്പോഴാണ് വീട് പണി ആരംഭിച്ചത്, അത് പൂർത്തിയാകിയത്. ഒത്തിരി പറയുവാൻ വേണം. ഇതൊക്കെ ദിവ്യകാരുണ്യ ഈശോ ദൈവമഹത്വത്തിന് വേണ്ടി, പിതാവിന് മഹത്വം കൊടുക്കാൻ വേണ്ടി, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി തരുന്നതാണ്. ഇന്നിവിടെ വന്നിരിക്കുന്നവരുടെ വിശ്വാസം ഇരട്ടിക്കട്ടെ. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഹൃദയം നിറയെ ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ പക്കൽ വന്ന് കുടിക്കട്ടെ. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. തിരുവഴുത്തുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ അവന്റെ ഉദരത്തിൽ നിന്ന് നീർച്ചാൽ ഒഴുകുന്നു. പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നു, പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുന്നു. വിശ്വസിക്കുവാൻ വേണ്ടി, ദിവ്യകാരുണ്യത്തിൽ വിശ്വസിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ നമുക്കായി നൽകപ്പെടുന്ന പുണ്യപ്പെട്ട നിമിഷമാണ്. സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി, മരിയ ഭവനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം ഇവിടെ മല്ലപ്പള്ളിയിൽ ഈ ദേശത്ത് ദൈവമേ അഭിഷേകത്തോടെ അവന് മഹത്വമേറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ദൈവമേ ദൈവമഹത്വത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരിലേക്കും അനുഗ്രഹം ചൊരിയപ്പെടുകയാണ്. നിസ്വാർത്ഥതയോടുകൂടി ദൈവമഹത്വത്തിന് വേണ്ടി ദിവ്യകാരുണ്യം എല്ലാവരാലും പ്രഘോഷിക്കപ്പെടണം. വിശ്വസിക്കുക. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടോ?
പരിശുദ്ധാത്മാവിനുവേണ്ടി ദാഹമുള്ളവർ കർത്താവിന്റെ പക്കലേക്ക് കടന്നു വരട്ടെ. മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ദിവ്യകാരണത്തിലേക്ക് കടന്നു വരട്ടെ. ഈശോയ്ക്ക് അരികിലേക്ക് വരട്ടെ. പ്രാർത്ഥന സമർപ്പിക്കുന്ന നേതൃത്വം നൽകുവാൻ വേണ്ടി ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സഹോദരിയെ സമർപ്പിക്കുക. അവിടെ അധരം, അവിടെ ഹൃദയം, അവിടെ മനസ്സ് നിർമ്മലവും വിശുദ്ധവുമായിരിക്കട്ടെ. ഈ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമാകട്ടെ. എല്ലാവർക്കും വിശ്വാസമുണ്ടാകട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഇവിടെ ഈ 2005 ഒക്ടോബർ മാസം 22-ാം തീയതി 3 മണി മുതൽ ഇവിടെ ഏൽപ്പിച്ച സകല പ്രാർത്ഥനകളും സകല നിയോഗങ്ങളും ഇവിടെ വന്നിരിക്കുന്ന സകല വ്യക്തികളിലെയും അവരുടെ കുടുംബങ്ങളെ, ശാഖോപശാഖകളെ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെയും ദൈവമേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ വിവാഹിതരായവരെ എല്ലാവരെയും 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 ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഈശോയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം. ദൈവമേ ഇവിടെ നിന്ന് ബലിപീഠത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം. ദാഹിച്ചേ പരിശുദ്ധാത്മാവിന് വേണ്ടി നിന്ന് ദാഹിക്കാമോ? പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചെന്ന് പ്രാർത്ഥിക്കാമോ? ദാഹിച്ചെന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ നിയോഗങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ദാഹിച്ച് കരമുയർത്തി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ 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 ഒന്ന് ദാഹിച്ചേ. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചേ. പിതാവിന്റെ കരങ്ങളിൽ ഈശോയെ ഒന്ന് ഏറ്റുവാങ്ങിക്കേ. ഈശോ നമ്മുടെ കരങ്ങളിലേക്ക് എടുത്തു വെക്കാനായിട്ട് തയ്യാറാണ്. ഈശോയെ എടുത്തു വെക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. ഇവിടെ വന്നിരിക്കുന്ന സകലയിലേക്കും ദൈവത്തിന്റെ അഭിഷേകം ദൈവമേ നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരിലേക്കും ഇവിടെ ഈ ഭവനത്തിലെ അയൽവാസികളിലേക്ക് ദൈവമേ എല്ലാവരിലേക്കും ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ട് ദൈവമേ മാറി നിൽക്കുന്നവരിലേക്ക് എല്ലാവരിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. ദൈവമേ രോഗം മാറട്ടെ. എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. ഈശോയെ കർത്താവിത ഏറ്റുവാങ്ങുകയാണ്. രോഗികളുടെ രോഗങ്ങളെ ഏറ്റുവാങ്ങുന്നു. ഡയബറ്റീസ് ഏറ്റുവാങ്ങുന്നു. ലിവർ സിറോസിസ് കർത്താവ് ഏറ്റെടുക്കുകയാണ്. കർത്താവ് നമ്മുടെ നടുവേദന ഏറ്റെടുത്തു. തൈറോയിഡ് ഏറ്റെടുത്തു. തൈറോയിഡ് രോഗം മാറുന്നു. ഷുഗർ മാറുന്നു. ഈശോയെ എല്ലാം ഏറ്റെടുക്കുകയാണ്. കൊടുക്കുക സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഏറ്റെടുത്തുകൊടുക്കുക. നിങ്ങളുടെ രോഗങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നിങ്ങളുടെ നൊമ്പരങ്ങളും ഭാവങ്ങളും ഭാരങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് ഏറ്റെടുത്ത് കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിന്റെ സംവാഹകരാകുക. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് രോഗങ്ങളും ഭാരങ്ങളും ഭാവങ്ങളും എല്ലാം ടെൻഷൻ എല്ലാം കൊടുത്തേ. നിങ്ങൾ ടെൻഷൻ വിടണ്ട. നിങ്ങളുടെ നടു നിവർന്ന് നിൽക്കട്ടെ. നിങ്ങളുടെ കണ്ണുകളിൽ പ്രസന്നത ഉണ്ടാകട്ടെ. കണ്ണു പ്രകാശിക്കട്ടെ. അത് നിങ്ങളുടെ മുഖത്ത് എപ്പോഴും സന്തോഷമുണ്ടാകട്ടെ. ഈശോ പറയുന്നു സന്തോഷിക്കുക. നിങ്ങളുടെ വ്യാകുലതകളൊക്കെ മാറിയിട്ടെ. നിങ്ങളുടെ മുഖത്തെ അസ്വസ്ഥതകളൊക്കെ മാറിക്കേ. നിങ്ങൾ രോഗിയല്ല. നിങ്ങളുടെ രോഗം കർത്താവ് ഏറ്റെടുക്കുകയാണ്. നിങ്ങളുടെ രോഗം കർത്താവ് ഏറ്റെടുത്തു. നിങ്ങളുടെ ദുഃഖം കർത്താവ് ഏറ്റെടുത്തു. നിങ്ങളുടെ അസ്വസ്ഥതകൾ കർത്താവ് ഏറ്റെടുത്തു. നിങ്ങൾക്ക് സമാധാനമായി നിങ്ങൾക്ക് വീട് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വീട് തരാൻ, നിങ്ങൾക്ക് ഭവനം തരാൻ, നിങ്ങൾക്ക് മക്കളെ തരാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിവാഹം നടക്കുവാൻ കർത്താവ് മനസ്സായിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കുക. ദിവ്യാന്യ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ഈ നിമിഷം വരെ ഈശോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിന് കൊടാനുകൂടി നന്ദി സ്തോത്രം ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും ഓർത്ത് ഇന്നത്തെ സകലങ്ങള് മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ നമുക്ക് തന്ന സ്നേഹ ചുംബനങ്ങളാണ്. അതിലുണ്ടായ വേദനയാണ് സകലമെന്ന് നമ്മൾ പാടി സ്തുതിച്ചു. ആ സകലങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് നാളത്തെ മഹത്വത്തിനാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രത്യാശയെ മുന്നോട്ട് പോകാൻ ഓരോ മകനും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കുകയാണ്. അമ്മയിൽ നിറഞ്ഞിരുന്ന എളിമയും നമ്മളെയും ധരിപ്പിക്കണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരും ഇപ്പോൾ ഈ നിമിഷം നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധരിൽ ഉണ്ടായിരുന്ന ആ വിശുദ്ധിയുടെ പരിമളം ഞങ്ങളിലേക്ക് പരത്തണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളിൽ നിന്ന് മറ്റു മക്കളിലേക്ക് വിശുദ്ധി പരരട്ടെ. ആ പരിമളം പടർന്നു പന്തലിക്കട്ടെ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആ ദിവ്യ സ്നേഹം ഈ നിമിഷം ഈ മക്കളിലേക്ക് കടന്നു വരട്ടെ. കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അവിടുത്തെ ദിവ്യ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ
ഓരോ മകനും മകൾക്ക് സാധിക്കട്ടെ. കർത്താവിനോട് ചേർന്ന് നിന്നാൽ കർത്താവും നമ്മളോട് ചേർന്ന് നിൽക്കും. പലപ്പോഴും നമുക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. പാപമൂലം അകന്നുപോയ അവസ്ഥ. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായം പരിശുദ്ധ വചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഇടാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. ആദ്യ മാതാപിതാക്കൾ തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് ആദ്യത്തിനെ പുരുഷനെ വിളിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ. അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയം ഓടിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നു. അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. നമ്മളെ പാപത്തിന്റെ അഡ്വത്തത്തിലേക്ക് നയിച്ച സാത്താന്റെ പ്രവർത്തനം. ഇന്ന് നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. കർത്താവ് നമ്മളെ മാടി വിളിക്കുന്നു, മകനെ മകളെ നീ എവിടെയാണ്? മടങ്ങി വരുവാനുള്ള കർത്താവിന്റെ ആഹ്വാനം സ്വീകരിക്കാം. നമുക്ക് ലോകം മുഴുവൻ നമുക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് കർത്താവിന്റെ കരുണയിലേക്ക് ഇവിടെ വരാതിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥന സഹായം തേടുന്ന മക്കള്, ഇവിടെ വന്ന് നിയമമായി കടന്നു വന്നിരിക്കുന്ന ഈ മക്കള്, അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന നിരവധിയായ നിയമങ്ങളെ യെരമ്യാ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ രക്ഷിക്കാൻ നിന്നോട് കൂടെ ഞാനുണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മക്കൾ ഒരു വേദനയോടെ ദുഃഖത്തോടെയാണ് വന്നിരിക്കുന്നത്. വീണ്ടും കർത്താവിന്റെ പരിശുദ്ധ വചനം 31-ാം അധ്യായം 9-ാം വാക്യം, കണ്ണീരോടാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചയക്കും, ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും, അവരുടെ വഴി സുഖമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന്റെ പിതാവാണ്, ശക്തനും പ്രധാനമായ ദൈവമേ, അങ്ങയുടെ നാമം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണല്ലോ. അങ്ങ് ആലോചനയിൽ വലിയൊരു, പ്രവൃത്തിയിൽ ബലവാനുമാണ്. കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതിയുണ്ട്. വീണ്ടും യെരമ്യാ പ്രവാചകനിലൂടെ 29-ാം അധ്യായം 11-ാം വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. പരിശുദ്ധ വചനത്തിന്റെ അഭിഷേകം ഈ മക്കളിലേക്ക് ഈ നിമിഷം വ്യാപിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വന്നിരിക്കുന്ന മക്കളുടെ എല്ലാ നിയമങ്ങളെ, ഹൃദയത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങളെ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളെല്ലാം വന്നുപോയ മക്കളെ, ഈ 8 വർഷക്കാലം ഇവിടെ വന്നുപോയാല് സകലരെ നമുക്ക് സമർപ്പിക്കാം. ഈ വലിയ ഭവനത്തിന്റെ നിയമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദ്യരെ അവരുടേതായ ആരോഗ്യത്തിന് വേണ്ടി അവരുടെ ശുശ്രൂഷയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ഭവനത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിലത്തെ നമുക്ക് സമർപ്പിക്കാം. ആ സ്ഥലത്തെ കർത്താവ് അഭിഷേകം ചെയ്യട്ടെ. അത് വാങ്ങുവാനുള്ള എല്ലാ സഹായങ്ങളും കർത്താവ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഈ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. സമാധാനം കർത്താവ് കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നാടിന് വേണ്ടി, ഭാരതത്തിന് വേണ്ടി, ലോകം മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തെ സമർപ്പിക്കാം. സമാധാനം സ്ഥാപിക്കട്ടെ. കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കട്ടെ. വിശുദ്ധിയുടെ എല്ലാ മക്കളും ആയി തീരട്ടെ. നീതി പ്രവർത്തിക്കട്ടെ. നീതിമാനായ കർത്താവ് ഭരണാധികാരികൾക്ക് നീതി പ്രവർത്തിക്കാനുള്ള അഭിഷേകം കൊടുക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവ് എല്ലാ തിന്മകളെയും നികരിക്കാനുള്ള ശക്തി കർത്താവ് തരട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി പോരാടിക്കോളും. കർത്താവിനെ ഏൽപ്പിക്കാം. നാടിനെയും നമ്മുടെ ഭരണകൂടത്തെയും എല്ലാ രാഷ്ട്രത്തെയും സമർപ്പിക്കാം. സഭയെ സമർപ്പിക്കാം. സാമ്പത്തിക സഭയെ സമർപ്പിക്കാം. പരിസപിതാവിന്റെ എല്ലാ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്ക്, സന്യാസി സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നോളം വന്ന് പ്രാർത്ഥിച്ചു പോയ എല്ലാവരെയും സമർപ്പിക്കാം. പ്രത്യേകമായി ഇന്നത്തെ ദിവസം നമ്മൾ കേട്ടറിഞ്ഞതും പത്രത്തിലൂടെ നമ്മൾ കേട്ടറിഞ്ഞമായ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതീവ ഗുരുതരാവസ്ഥയില്, വെന്റിലേറ്ററില്, അതിഭയങ്കരമായ പീഡനത്തില് മർദ്ദനമേറ്റ് കഴിയുന്ന 5 വയസ്സുള്ള ഷെഫീഖ് എന്ന കുഞ്ഞിനെ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ മർദ്ദനത്തിന്റെ അടിമത്തത്തിലൊക്കെ കഴിയുന്ന മക്കളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അമ്മയെ ഒപ്പനെ ഉപേക്ഷിച്ചാലും ഒരിക്കലും മറക്കാത്ത കർത്താവിന്റെ സ്നേഹം കടന്നു വരട്ടെ. കർത്താവ് സംരക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രത്യേക നിയമമായി സമർപ്പിച്ചിരിക്കുന്ന റീജ എന്നീ കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി സമർപ്പിക്കാം. മറവി രോഗം മാറുന്നതിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന സജൻ എന്ന മകനെ സമർപ്പിക്കുന്നു.
ആ മകന്റേതായ പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രത്യേകിച്ചോടെ കരങ്ങളെ സമർപ്പിക്കുന്നു. ആൽബി എന്ന മകന് വേണ്ടിയാണ് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത്. പല്ല് ദ്രവിച്ച് ഓണം വഴുത്തിരിക്കുന്ന അവസ്ഥയിൽ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മകനെ നമുക്ക് സമർപ്പിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് അലർജി മൂലം ഭാരപ്പെടുന്ന, ചുട്ടുമാറാത്ത ചുമയും ശ്വാസമുട്ടലുമായിട്ട് വർഷങ്ങളായിട്ട് ഭാരപ്പെടുന്ന സൂര്യ എന്നൊരു മകളെ ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. ഇതുപോലെ ഭാരപ്പെടുന്ന അലർജി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ നമുക്കിപ്പോൾ സമർപ്പിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ജെയിംസ് എന്ന മകനെ പ്രത്യേകം സമർപ്പിക്കുന്നു. ആരോട് എന്ന ഒരു കുഞ്ഞിനെ സമർപ്പിക്കുന്നു. ഇടതു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ, മകന്റെ സംസാരത്തിലുള്ള വീക്ക് മാറുന്നതിന് വേണ്ടി ഈശോയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് സംസാര ബുദ്ധിമുട്ടുകൾ, സംസാര ശേഷിയില്ലാത്ത മക്കളെ, കണ്ണിന് കാഴ്ചക്കുറവുള്ള മക്കളെ, പ്രത്യേകമായിട്ട് അതിനുള്ള ഡിഫക്ട്സ് ഉള്ള മക്കളെ നമുക്ക് സമർപ്പിക്കാം. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ, ജന്മനാടിയുള്ള വൈകല്യങ്ങൾ, ബുദ്ധിപരമായ ശാരീരികമായ വൈകല്യങ്ങളുള്ള മക്കളെ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. മായ എന്ന മകൾക്ക് വേണ്ടി 1.5 വർഷമായി പെട്ടെന്നുള്ള അസുഖം കാരണം വേദനിച്ച് കഴിയുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് മരുന്നുകൾ വാങ്ങി കഴിച്ചിട്ട് ഒരു ഫലവും ഇല്ലാത്ത അവസ്ഥ. ആ കുഞ്ഞിനെ, ആ മകളെ നമുക്കിപ്പോൾ സമർപ്പിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് എലിസബത്ത് തോമസ് വളരെയധികം ഭാരപ്പെടുന്ന വയറ്റിലെ വേദന കാരണം ഭാരപ്പെടുന്ന ആ മകളുടെ സൗഖ്യത്തിന് വേണ്ടി സമർപ്പിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലെ ബ്രെയിൻ സ്ട്രോക്ക് ആയിട്ട് കഴിയുന്ന ഹാൻസി എന്നൊരു മകളെ സമർപ്പിക്കുന്നു. വൺ സൈഡ് ഫുൾ പാരാലിസിസ് ആയ ആ മകളുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഇതുപോലെ സ്ട്രോക്ക് വന്നും മറ്റു രോഗപീഠകാലം അപകടത്തിൽപ്പെട്ടും തളർന്നു സ്ട്രോക്ക് വന്നും മറ്റും കിടക്കുന്ന മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സമ്മതി പിതാവിന്റെ അപേക്ഷിക്കാം. പ്രത്യേകമായിട്ട് പാർക്കിൻസൺ രോഗം മൂലം ഭാരപ്പെടുന്ന ഏലിയാമ്മ എന്ന സഹോദരിയുടെ ഭയങ്കരമായ നിറയിലും തലയുടെ പെരുപ്പം മാറിക്കിട്ടുവാൻ വേണ്ടി സമർപ്പിക്കുന്നു. ഈ അമ്മയുടെ രോഗത്തോടൊപ്പം ഇതുപോലെ നേരം സംബന്ധമായ ഡിഫക്ട്സുകളുള്ള മക്കളെ, ബ്രെയിൻ സംബന്ധമായ തകരാറുകളെ സമർപ്പിക്കാം. മറിയാമ്മ എന്ന സഹോദരിയുടെ ഷുഗർ സംബന്ധമായ രോഗം കണ്ണിന്റെ മോഡൽ മാറുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നു. ഏഞ്ചൽ എന്നൊരു മകളുടെ മുൻകോപം മാറുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നു. തലച്ചോറിന്റെ അസുഖം മാറിക്കിട്ടുവാൻ വേണ്ടി ജോയിസ് എന്ന മകളെ സമർപ്പിക്കുന്നു. കണ്ണിന്റെ വേദന മാറിക്കിട്ടുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നു. ഡയബറ്റിക് 15 വർഷമായിട്ട് ഡയബറ്റിക് രോഗം, കാഴ്ചശക്തി കുറവ്, കിഡ്നി വീക്കം, പ്രത്യേകമായി ഈ പ്രാർത്ഥന ആവശ്യപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതുപോലെ ഭാരപ്പെടുന്ന മക്കളെ, കാഴ്ചക്കുറവ്, ഡയബറ്റിക് വന്ന് വർഷങ്ങളായിട്ട് ചികിത്സയിലായിരിക്കുന്ന മക്കളെ, കിഡ്നി രോഗങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ രോഗപീഠയിലുള്ള മക്കളെ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. കർത്താവ് തൊട്ട് സൗഖ്യം നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലിവർ സംബന്ധമായിട്ട് ഇന്റേണൽ ബ്ലീഡിംഗ് ആയിട്ടുള്ള സിപിച്ചറിനെ പ്രത്യേകം സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ചികിത്സയിലായിരിക്കുന്ന ത്രോട്ട് ക്യാൻസർ ഉള്ള ഫാദറിനെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഷാജി സമർപ്പിക്കാം. ലിവർ കണ്ണിനുമായിട്ട് 90% ക്യാൻസർ ആണ് ഡോക്ടർമാർ കണ്ടുപിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ ഫാദറിന്റെ അസുഖം മാറുവാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിരന്തരം ഫിക്സ് അസ്വസ്ഥയുള്ള ഫാദർ ജോസഫിനെ നമുക്ക് സമർപ്പിക്കാം. ബഹുമാനത്തെ വൈദ്യരെ നമുക്ക് സമർപ്പിക്കാം. അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകിച്ചുള്ള കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹാർട്ട് പേഷ്യന്റ് ആയ ഒരു പിതാവിനെ ഇപ്പോൾ സമർപ്പിക്കുന്നു. പിതാവിന്റെ ശ്വാസമുട്ടൽ മാറുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നു. ആൻജിയോഗ്രാമില് രക്തധമനികളിൽ ഒരെണ്ണം മടങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥകൾ മാറി കിട്ടുവാൻ വേണ്ടി, ഹൃദയ സംബന്ധമായ ഡിഫക്ട്സ് മാറി കിട്ടുവാൻ വേണ്ടി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഭാരപ്പെടുന്ന അനേക രോഗികളുണ്ട്. പേസ് മേക്കർ വെച്ച മക്കള്, ബൈപ്പാസ് സർജറിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മക്കളെ, ഹൃദയവാൽവുകളുടെ ബ്ലോക്കുകളായിട്ട് ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. കർത്താവ് തൊടട്ടെ. വാൽവിലുള്ള ബ്ലോക്കുകള്, ധമനികളുടെ ഡിഫക്ട്സുകളെല്ലാം കർത്താവ് എടുത്തു മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്റ്റീന എന്ന മകളുടെ അലർജി രോഗം വിട്ടുമാറുന്നതിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ത്വക്ക് സംബന്ധമായ രോഗത്തെ ഭാരപ്പെടുന്ന മക്കള്, കയ്യിലുള്ള ദ്രവ്യത്യാസങ്ങള്, അലർജിക്ക് രോഗങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങൾ തൊഴട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. എസ്തർ എന്നൊരു മകന് വേണ്ടി വയറ്റിൽ വേദനയായിട്ട് ഭാരപ്പെടുന്ന മകനെ നമുക്ക് സമർപ്പിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ക്യാൻസർ രോഗിയായ ലില്ലിക്കുട്ടി എന്നൊരു മകളെ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. ആ മകളോടൊപ്പം ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന മക്കളെ പ്രത്യേകം കർത്താവ് ഈ നിമിഷം തൊടട്ടെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ഡാൻഡ്രഫ് രോഗത്താൽ ഭാരപ്പെടുന്ന ഷെറിൽ, മെറിൽ, എസ്തർ, സാബു, റെനി എന്നീ മക്കളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായ ഒരു മകന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. സന്ധി എന്ന മകന്റെ മാനസിക അസ്വസ്ഥത വിട്ടുമാറുന്നതിന് വേണ്ടി സമർപ്പിക്കുന്ന ഈ മകനോടൊപ്പം ജസൽ എന്നൊരു മകനെ മാനസിക രോഗത്തിന് ചികിത്സയിലാക്കുന്ന മകനെ സമർപ്പിക്കാം. ഈ മകനോടൊപ്പം ഈ വിട്ടുമാറാത്ത ഭയത്തിന്റെ അനുഭവം കഴിയുന്ന മക്കളെ, ചികിത്സ തേടി പോയിരിക്കുന്ന മക്കളെ,
ദുഷ്ടാരിയുടെ പ്രവർത്തനത്താൽ രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളെ യേശുവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. തിരുനാളത്തെ സാന്നിധ്യത്തിലേക്ക് വേണ്ട പരിചരണം ലഭിക്കാതെ ചികിത്സ ലഭിക്കാത്ത അലക്സാണ്ടർ എന്നൊരു മകനെ സമർപ്പിച്ചിട്ടുണ്ട്. മകന്റെ ശാരീരിക അസ്വസ്ഥതകളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായ നെട്ടലിന് നീർക്കെട്ട് നടുവേദന ഭാരപ്പെടുന്നു. റിൻഡ മേരി തോമസിന്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. വിട്ടുമാറാത്ത നടുവേദന ഭയപ്പെടുന്ന മക്കളെ, നട്ടലിലുള്ള ഡിസ്ക് തേയ്മാനങ്ങള്, അൾസറുകള്, സ്പോണ്ടിലോസിസ്, കൈകാൽ മുട്ടിലുള്ള വേദനകള് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ ബോൺ സംബന്ധമായ രോഗങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥ, കാലിന്റെ മുട്ടിലുള്ള വേദനകള് ഈശോയുടെ കരങ്ങളിലേക്ക് ഇപ്പോൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു മകളെ സമർപ്പിക്കുന്നു. BSc നേഴ്സിംഗ് പഠനത്തിലായിരിക്കുന്ന മകളെ, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മകളെ സമർപ്പിക്കുന്നു. ഈ മകളോടൊപ്പം നീനു എന്ന മകളെ സമർപ്പിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി ഗൾഫിൽ പോകുന്ന ആൾക്ക് ഒരു പരീക്ഷ കൂടി അറ്റൻഡ് ചെയ്യേണ്ട പരീക്ഷയെ സമർപ്പിക്കുന്നു. ഇനി അതിന്റെ സന്നിധിയിലേക്ക് IELTS പരീക്ഷ എഴുതുന്ന മക്കളെ ജിൽസി എന്ന മകളെ നമ്മൾ സമർപ്പിക്കാം. മകൾക്ക് നടക്കുന്ന IELTS നല്ല സ്കോർ ലഭിക്കാൻ സമർപ്പിക്കുന്നു. ഈ മകളോടൊപ്പം ഇതുപോലെ IELTS ഹാഡ് എക്സാം മെമോസ് ചെയ്യുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ ഇന്റർവ്യൂ ടെസ്റ്റുകളെ പരീക്ഷകളെ കർത്താവ് അഭിഷേകം ചെയ്യട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നത റിസൾട്ട് ലഭിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിക്കുള്ള യോഗ്യത കർത്താവ് നേടിക്കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. റോഷ്നി എന്ന മകളുടെ MBA ലാസ്റ്റ് ഇയർ എക്സാം നന്നായി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സമർപ്പിക്കുന്നു. പരീക്ഷ പാസ്സായി ജോലി സ്ഥിരമാക്കുവാൻ, കുടുംബത്തോട് ഒന്നിച്ച് താമസിക്കാൻ നീനി ജോർജിനെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നദ്ധിലേക്ക് തോമസ് എന്ന മകനെ ജോലി ലഭിക്കാനും വിവാഹത്തിനുള്ള തടസ്സം മാറുവാൻ വേണ്ടി സമർപ്പിക്കുന്നു. ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് ജോലി ലഭിക്കാനുള്ള തടസ്സങ്ങളായിട്ടുള്ള ജോർജിനെ സമർപ്പിക്കുന്നു. ഈ മകനോടൊപ്പം ഇതുപോലെ യുവാക്കളെ യുവതികളെ ജോലിക്കുള്ള തടസ്സങ്ങള്, വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങള് കർത്താവ് കേട്ടുമാറ്റിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ സമർപ്പിക്കുന്നു. MCA പഠിക്കാൻ പോകുന്ന മകളെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി തിരുസന്നിധിയിലേക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ട ജോൾസിനെ സമർപ്പിക്കുന്നു. ആ മകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കിരൺ എന്ന മകനെ സമർപ്പിക്കുന്നു. കത്തോലിക്ക വിശ്വാസം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി, ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഈശോയുടെ കരങ്ങളിലെ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ജോലിയിൽ ചെയ്യാനുള്ള തടസ്സം വീസ നീട്ടി കിട്ടുവാൻ ജിലു എന്ന മകനെ സമർപ്പിക്കുന്നു. ആ മകനോടൊപ്പം തന്നെ മകന് സഹോദരപുത്രനെ ആൽബിനെ സമർപ്പിക്കുന്നു. പിന്നെ ഈ സംബന്ധമായ രോഗം മാറുവാൻ വേണ്ടി സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ദിവ്യ റിദിൻ എന്നീ മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ പഠനത്തെ പ്രത്യേകിച്ച് കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഫാദറിന്റെ നഷ്ടപ്പെട്ടു പോയ ജോലി കിട്ടുന്നതിന് വേണ്ടി റോയി എന്നൊരു മകനെ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു. ഈ മകനോടൊപ്പം ജോലി നഷ്ടപ്പെട്ട മക്കള് ഉണ്ടായിരുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാൻ, പ്രൊമോഷൻ ലഭിക്കുവാൻ, വരുമാന മാർഗങ്ങൾ വർദ്ധിപ്പിച്ചു കിട്ടുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. 10th ബോർഡ് എക്സാം എഴുതുന്ന മകളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് MBBS അഡ്മിഷൻ കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്ന സഹോദരിയെ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള +1 മറ്റു കോഴ്സുകളിലേക്കൊക്കെ പോകാനുള്ള അഡ്മിഷൻ കിട്ടാതെ വേദനിക്കുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഷെറിനെ സമർപ്പിക്കുന്നു. MBBS-നുള്ള ഒരു സീറ്റ് കിട്ടുവാൻ വേണ്ടി സമർപ്പിക്കുന്നു. കുടുംബ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന രാജപ്പൻ എന്ന മകനെ സമർപ്പിക്കുന്നു. ഈ മകനോടൊപ്പം കുടുംബ സമാധാനമില്ലാതെ അറിയുന്ന ഓരോ കുടുംബത്തെ നമുക്ക് സമർപ്പിക്കാം. സമാധാനം കർത്താവ് സ്ഥാപിച്ചു കൊടുക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും കർത്താവ് വിശദീകരിക്കട്ടെ. ബ്ലസ്സി എന്ന മകളെയും 2 കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയുടെ മദ്യപാനം മൂലം കുടുംബത്തിൽ അസ്വസ്ഥ അനുഭവിക്കുന്നു. സമാധാനമില്ലാത്ത അവസ്ഥ, ഈ കുടുംബത്തെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. പിതാവിന്റെ മദ്യപാനം പാടെ ഉപേക്ഷിക്കട്ടെ. പ്രത്യേകമായി ബേബിച്ചൻ എന്ന മകൻ നിഷാദ്, ജയേഷ് എന്നീ മക്കളും മദ്യപാനത്തിന്റെയും ചീട്ടുകളിയുടെ ആത്മഹത്യത്തിലാണ്. ഇവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. PK എബ്രഹാം മദ്യപാന ചീട്ടുകളിൽ കുടുംബത്തിൽ വഴക്കുമായി കഴിയുന്ന ആ ഭവനത്തിലെ ജഗന്നാഥിനെ സമർപ്പിക്കുന്നു. ഡാനീഷ് എന്ന മകന്റെ മദ്യപാനം അതുപോലെ കടബാധിതർ മാറിക്കിട്ടുവാൻ വേണ്ടി ഈശോയുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് കടബാധിത സാമ്പത്തിക ജനികളുണ്ടായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായി വിട്ടുമാറാത്ത തലവേദനയെ കഴിയുന്ന സഹോദരി, പ്രത്യേകിച്ച് അനിത എന്ന മകളെ സമർപ്പിച്ചിരിക്കുന്നു. ആ മകളുടെ തിരിച്ചു വരവിന് വേണ്ടി 3 വർഷമായി കാണാതെ പോയിരിക്കുന്ന മകളുടെ തിരിച്ചു വരവിന് വേണ്ടി കർത്താവ് മോഡി എന്ന സഹോദരിയെ സമർപ്പിച്ചിരിക്കുന്നു.
സമർപ്പിച്ചിരിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തിരിച്ചു നഷ്ടപ്പെട്ടു പോയ മക്കൾ, കാണാൻ പോയിരിക്കുന്ന മക്കൾ തിരിച്ചു വരാൻ വേണ്ടി പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. ജോഷുവ, കീർത്തി എന്നീ മക്കളെ പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നരകീയ ശക്തിയുടെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഇതുപോലെ തിന്മയുടെ അടിമത്തത്തിൽ കഴിക്കുന്ന മക്കളെ, ഭവനത്തിൽ വസിക്കാൻ പറ്റാത്ത അവസ്ഥ, മക്കൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാ വിധത്തിലും തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിക്കാം. അവരെ പീഡിപ്പിക്കുന്ന, അവരെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ നമുക്ക് വിട്ട് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് കേസുമായി ബന്ധപ്പെട്ട മക്കളെ കേസിൽ തീർപ്പുണ്ടാകുവാൻ വേണ്ടി, ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടി സമർപ്പിച്ച സഹോദരനെ ഇപ്പോൾ നമുക്ക് സമർപ്പിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ഔദാര്യ ജീവിതത്തിന് അകന്നു കഴിയുന്ന മകന്, കുർബാനയില്ല ഗുലാശിക്കുന്ന ഇല്ലാതെ കഴിയുന്ന മകന് തിരിച്ചു വരട്ടെ. മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുപോലെ മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, ദൂശീലങ്ങളിൽ ചീത്തയായ കൂട്ടുകെട്ടിലും തെറ്റായ ബന്ധങ്ങളിലായിരിക്കുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് ഏറ്റെടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് മക്കളില്ലാത്ത ദമ്പതികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ വഞ്ചന മാറട്ടെ. സാറായി അനുഗ്രഹിച്ച് കർത്താവ് വീണ്ടും പ്രവർത്തിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരങ്ങളോടൊപ്പം പ്രത്യേകമായി വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന മക്കളെ, ജയിലറിൽ കഴിയുന്ന മക്കളെ, കുറ്റം ചെയ്തും നിരപരാധിയായിരിക്കുന്ന മക്കളെ പ്രത്യേകമായി അവരെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നാടിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കാം. MCBയെ സഭയെ സമർപ്പിക്കാം. ബഹുമാനപ്പെട്ട വൈദ്യരെയും പ്രേക്ഷാണച്ചനെയും ജനാച്ചനെയും പ്രത്യേകം യോഗങ്ങളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഭാപിതാക്കന്മാരുടെ സാന്നിധ്യം, അവരുടെ പ്രാർത്ഥനാ ചൈതന്യം ഈ മന്യഭവനത്തിൽ വരുന്ന മക്കൾക്ക് കിട്ടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വരുന്ന മക്കളെ വിശുദ്ധി എന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധിയുള്ള മക്കളായി തീരട്ടെ. ജീവന്റെ പുസ്തകത്തിൽ പേരെടുക്കാൻ സാധിക്കട്ടെ. നിത്യജീവനിലേക്ക് കർത്താവ് ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധന്മാരുടെ വലിയ അഭിഷേകം ഈ നിമിഷം മക്കളിലേക്ക് കൊടുക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് ഈശോയെ വിളിക്കാം. നമ്മുടെ പ്രയാസങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് ഈശോയെ വിളിച്ച് സ്തുതിച്ച് ആരാധിക്കണം. എല്ലാ നിയോഗങ്ങളെ മേലും ദൈവത്തിന്റെ അനുഭവം പ്രവർത്തിക്കട്ടെ. പിതാക്കന്മാരുടെ ആത്മീയ സാന്നിധ്യം നമുക്കിവിടെ അനുഭവപ്പെടട്ടെ. വിശുദ്ധാത്മാക്കളെ വിസന്തോഷിച്ച് നമുക്ക് സ്വർഗീയ മധ്യസ്ഥനെ വിസമേടിക്കുന്ന അൽഫോൻസാമിനെ ദൈവത്തിന്റെ ആലകളത്തിന്റെ മരണത്തിന്റെ എല്ലാ ദൈവ സാന്നിധ്യങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ